ശ്രീ വി വി പ്രകാശും ഞാനും വളരെ അടുത്ത വ്യക്തിബന്ധമുള്ളവരായിരുന്നു ദീർഘകാലമായി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം വിട പറയുന്നത് വരെ ആ ബന്ധത്തിന് ഒരു തരത്തിലുള്ള ഉലച്ചിലും ഉണ്ടായിരുന്നില്ല. വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. എന്ന് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന് ഒരു സവിശേഷമായ ശൈലിയുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അകത്ത് പ്രകാശേട്ടൻ്റെ ഭാര്യയുമായി സംസാരിക്കുമ്പോൾ ആദ്യമായി പരിചയപ്പെട്ട അനുഭവങ്ങൾ പറയുകയായിരുന്നു. ആദ്യമായി പ്രകാശേട്ടൻ്റെ ഭാര്യയെ എനിക്ക് പരിചയപ്പെടുത്തിയത് ഒരു KSRTC ബസ്സിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടക്കര കഴിഞ്ഞാൽ പാലുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഞാനൊരു KSRTC ബസ്സിൽ കയറി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുന്നിലെ സീറ്റിൽ അദ്ദേഹവും ഭാര്യയും, അന്ന് മൂത്ത മോളാണ് നന്ദന, മൂത്ത മോളുമാണ് ഉണ്ടായിരുന്നത്. അവർ കോഴിക്കോടേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ആ KSRTC ബസ്സിൽ വെച്ചാണ് അദ്ദേഹം വൈഫിന് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു, കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന നേതൃത്വത്തിലൊക്കെ ഉള്ള ഒരു നേതാവ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന ആളാണ്. പിന്നീട് DCC പ്രസിഡൻ്റൊക്കെ ആയി. അപ്പോൾ ഞാൻ പരിചയപ്പെടുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനമൊക്കെ വഹിച്ച് അത് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാവായിരിക്കുന്നു. അങ്ങനെ ഒരു നേതാവിനെ KSRTC ബസ്സിൽ വെച്ച് കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സാധാരണഗതിയിൽ അപൂർവം ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ ആരെയും ഇകഴ്ത്താൻ ഉദ്ദേശിക്കുന്നതല്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അറിയപ്പെടുന്ന ആ നിലയിലുള്ളൊരു നേതാവിനെ KSRTC ബസ്സിൽ കുടുംബസമേതം യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അതൊരു സൂചനയാണ്, അല്ലെങ്കിൽ അതൊരു അടയാളമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലാളിത്യവും സത്യസന്ധതയും സൗമ്യമായ പെരുമാറ്റവും എല്ലാം ഉണ്ടായിരുന്ന വ്യത്യസ്തനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അത്. വ്യത്യസ്ത പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്തും ആ നിലയിൽ പരസ്പര ബഹുമാനം എല്ലാ കാലത്തും പുലർത്തിയിരുന്നു. വേറെയും വ്യക്തിപരമായ ചില അടുത്ത ബന്ധങ്ങളും അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ട്. അത് ഞാനിപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ അടുത്ത് മറ്റ് ചില പരിപാടികൾ, ഇന്ന് ഞങ്ങളുടെ കുടുംബസംഗമമായിരുന്നു, മഹാകുടുംബസംഗമമായിരുന്നു. അതും വേറെ ആളുകളെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് വന്നപ്പോൾ പ്രകാശേട്ടൻ്റെ ഭാര്യയും മകളെയും ഒക്കെ ഒന്ന് സന്ദർശിക്കാം, സൗഹൃദം പുതുക്കാം എന്ന് കരുതി വന്നതാണ്. അങ്ങനെ വന്നു മടങ്ങുന്നു. ഈ പ്രകാശിൻ്റെ ഭാര്യയും ഒക്കെ ആയിട്ടുള്ള മുൻ അനുഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നാട്ടുകാരൻ തന്നെയാണെന്നുള്ള ഒരു അല്ല, അതിൽ അങ്ങനെയുള്ളതൊക്കെ സത്യത്തിൽ ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും സ്കോപ്പുള്ള ഒരു വിഷയമേ അല്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു നടക്കാത്തത് കൊണ്ടാണ്. തിരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് വേണമെങ്കിൽ വിശദീകരിക്കാൻ എന്നോട് പലരും പറയുണ്ടായി. ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം. ഇപ്പോൾ രണ്ട് മറുപടി വേണമെങ്കിൽ അതിന് പറയാം. ഒന്ന്, കേരളത്തിലുള്ള ഏതൊരാൾക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാം. ഇറ്റലിയിൽ ജനിച്ചവർ ഇന്ത്യയിൽ മത്സരിക്കുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല, ചെയ്യാനും പാടില്ല. ജനനമല്ലല്ലോ മത്സരിക്കുന്നതിൻ്റെ മാനദണ്ഡം. ഇപ്പോൾ വയനാട് MP ഏത് നാട്ടുകാരിയാണെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമം, ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ളൊരു അവകാശമാണ്, മത്സരിക്കട്ടെ. അത് പോട്ടെ, അത് ഞാൻ ഇത്തരം വിദണ്ഡവാദം ഉന്നയിക്കുന്നവർക്ക് ഒന്ന് പ്രതികരിച്ചു എന്നേ ഉള്ളൂ. മറിച്ച് നാടും കാര്യങ്ങളൊക്കെ അങ്ങ് ചികഞ്ഞു പോയി കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചു വളർന്നത് ഇന്നത്തെ പോത്തുകല്ല് പഞ്ചായത്തിലാണ്. അത് പഴയ ചുങ്കത്തറ പഞ്ചായത്താണ്. ആ സ്ഥലം പാതാറ് എന്നൊക്കെ പറയും. അറിയാം. അവിടെ പൂളപ്പാടം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഞാൻ പഠിച്ചത് ഞെട്ടിക്കുളം UP സ്കൂളിലാണ്, പോത്തുകല്ലിനോട് അടുത്തുള്ളൊരു സ്ഥലമാണ്. ഞാൻ ജീവിതത്തിലെ ഏതാണ്ടൊരു ദശാബ്ദത്തിലധികം ജീവിച്ചത് പോത്തുകല്ലിലാണ്. അവിടെ ഞാൻ പോയപ്പോൾ ചില മാധ്യമപ്രവർത്തകർ ആ അയൽമുഖങ്ങളിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു. എടക്കര പഞ്ചായത്തിലെ ഈ പഞ്ചായത്തിലാണ് ഞാൻ ഹൈസ്കൂൾ 2 വർഷം പഠിച്ചത്. അന്ന് ഞാൻ ജീവിച്ചത് ശങ്കരകുളം, പായുംപാടം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഉപ്പട എൻ്റെ ജീവിതത്തിൽ കുറേ കാലം അത് എടക്കര പോത്തുകല്ല് പഞ്ചായത്തുകളുടെ അതിർത്തിയാണ്. ചോക്കാട് ഞാൻ താമസിച്ചിട്ടുള്ള പ്രദേശമാണ് ദീർഘകാലം. മമ്പാട്ടുമൂല, അരിമണൽ, കരുവാരകുണ്ട്, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും, നിയോജകമണ്ഡലത്തിൻ്റെ പുറത്ത് പഴയ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടങ്ങളിലെല്ലാം ഉള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയും. അപ്പോൾ സാധാരണ ഒരാൾ ഒരു പ്രദേശത്ത് ജനിച്ചു വളരും. ഞാൻ ഒരുപാട് പ്രദേശങ്ങളിൽ, ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ
പഠിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് നമ്മൾ സാധാരണ സന്ദർശനമെന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെ പാർട്ടി സെക്രട്ടറി പാർട്ടി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പോലും വി പ്രകാശിന്റെ പേരടക്കം പരാമർശിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ പ്രസക്തിയില്ലേ? അല്ല, അത് യാദൃച്ഛികമാണ്. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞതിൽ വി പ്രകാശ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, ഈ എടക്കര ഗ്രാമപഞ്ചായത്തിൽ. ആ കാലം മുതൽ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു. ഞാൻ വളരെ മുമ്പ് പോത്തുകല്ല് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു CPM-ൻ്റെ. അതിനുശേഷം ഇവിടെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി. അങ്ങനെ ഇവിടെ പല ഉത്തരവാദിത്വങ്ങളും വഹിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും വലിയ സംഘർഷങ്ങളുണ്ടായ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ചയോ ഒരു ശത്രുതയോ തർക്കമോ അദ്ദേഹമായിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റവും ഇടപെടലും അതിലൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പരസ്പര ബഹുമാനം ഒന്നും ഉണ്ടായിരുന്നു. ആ പരസ്പര ബഹുമാനവും സ്നേഹവും എല്ലാ സമയത്തും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ നിങ്ങളീ പറഞ്ഞ ലേഖനം ഈ സന്ദർശനവും തമ്മിൽ നേരിട്ട് ബന്ധമില്ല. അത് അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ആരായിരുന്നാലും നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും പറയുക, അല്ലാതെ വേറെ ആർക്കും എന്തെങ്കിലും മോശമായി പറയാനില്ല എന്നതാണ് ഒരു പ്രത്യേകത. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അത്തരത്തിലുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ സന്ദർശനത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് അത് എനിക്കറിയില്ല. കൊട്ടിക്കലാശത്തിന് തലേ ദിവസം താങ്കൾ എത്തുന്നത് അത് എനിക്കറിഞ്ഞുകൂടാ. ഞാനത് അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ സംസാരിച്ചപ്പോഴും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ആ ഭാഗം സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ശ്രീ വി പ്രകാശിനെ സംബന്ധിച്ച്, പ്രകാശനെ സംബന്ധിച്ച് വിവിധ കാര്യങ്ങൾ, പല അനുഭവങ്ങൾ, ഞങ്ങൾ പരിചയപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് സംസാരിച്ചത്. ഈ പറഞ്ഞ കാര്യം സംസാരിച്ചിട്ടില്ല. ഞാനത് അന്വേഷിച്ചിട്ടുമില്ല. അതെന്തായാലും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ലല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. അല്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നത് ഉചിതമല്ല. നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് നിൽക്കുകയല്ലേ. നാട്ടിൽ നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ചുള്ള പ്രതികരണമോ വിലയിരുത്തലോ ആയിരിക്കും ഗോവിന്ദൻ മാഷ് എഴുതിയിട്ടുണ്ടാകും. അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരാളല്ലേ. ഞാൻ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഇതുവരെ മുതിർന്നിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ പൊതുവായി നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദിശയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് വളരെ അടുപ്പമുള്ളവരോട് ചിലപ്പോൾ വോട്ട് ചോദിക്കണമെന്നില്ല. ഇപ്പോൾ അത്രയും അടുത്ത സൗഹൃദവും ബന്ധമൊക്കെ ഉള്ള ആളുകളോട് ചിലപ്പോൾ വോട്ട് ചോദിച്ചോളണമെന്നുമില്ല. മാത്രമല്ല, ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വെറുതെ ആർക്കെങ്കിലും തലവേദന ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നടത്തിയത് വ്യക്തിപരമായ ഒരു സന്ദർശനമാണ്, ഒരു സൗഹൃദ സന്ദർശനമാണ്. അതിനിയും ഞാനിവിടെ വരും. മറ്റേ പ്രകാശ് ചേട്ടൻ്റെ നേരെ അനിയൻ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചു. അദ്ദേഹം അന്ന് KSUവിൻ്റെ നേതാവായിരുന്നു. ഞാൻ SFIയുടെ അവിടുത്തെ ഭാരവാഹിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. മറ്റൊരു സഹോദരൻ ഞാനും ഒരേ സമയത്ത് ഒരേ ക്ലാസ്സിൽ ഞങ്ങളങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷേ ഒരേ സമയത്ത് 2 സംഘടനകളുണ്ട്. അദ്ദേഹം KSUവിൻ്റെ നേതാവും ഞാൻ SFIയുടെ ഭാരവാഹിയായിട്ടുണ്ടായിരുന്നു. ഇവരുമായി എല്ലാം ഉള്ള ബന്ധമുണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലുള്ളതല്ല. ഈ കുടുംബാംഗങ്ങളുമായെല്ലാം ബന്ധമുള്ളതാണ്. ഇപ്പോഴും ആ ബന്ധം തുടരുന്നതാണ്. താങ്കളുടെ സന്ദർശനം സ്വാഭാവികമായും UDF ക്യാമ്പിൽ പുതിയ ആശയക്കുഴപ്പത്തിനും പുതിയ ചർച്ചകൾക്ക് ഇടവരുത്തുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ആർക്കെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് വന്നതേയല്ല. അതിനെനിക്കങ്ങനെ ഒരു ലക്ഷ്യമില്ല. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ.